നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും, എൻ്റെ സുഹൃത്ത് ശ്രീ ദാമോദർ പ്രസാദ് കോഴിക്കോട് നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ വോട്ടേഴ്സ് യു ഡി എഫിനോടും രണ്ട് മുന്നണികളോടും അതായത് മൂന്ന് മുന്നണികളോടും എന്താണ് പറഞ്ഞത്, അവരുടെ അൾട്ടിമേറ്റ് മെസ്സേജിങ് എന്താണ് അവർ സംസാരിച്ചത്. ബി ജെ പിക്ക് 3 സീറ്റ് കിട്ടിയെന്നിരിക്കും, പക്ഷേ യു ഡി എഫിന് വളരെ 100-ൽ കവിഞ്ഞ സീറ്റ് കൊടുത്തു. അതുപോലെ തന്നെ ഭരിച്ച എൽ ഡി എഫിന് 35, അതായത് ഒരു രാജ്യസഭ അംഗത്തെ പോലും അയക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ ലിമിറ്റ് ചെയ്തു. 36 വേണം ഒരു രാജ്യസഭ മെമ്പറെ രാജ്യസഭയിലേക്ക് അയക്കാൻ വേണ്ടി. ഇത് കാണിക്കുന്നത് എന്താണ് ഈ മെസ്സേജിങ്? അതാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതുമാത്രം എനിക്ക് തോന്നുന്നത് യു ഡി എഫ് ഈ വിജയത്തിൽ ഒന്ന് വളരെ ക്ലിയറാണ്. അത് കേരള രാഷ്ട്രീയം മാറുന്നു വളരെ ദ്രുതഗതിയിൽ എന്ന് പറയേണ്ടി വരും. അതായത് ഇതുവരെ 100-ൽ കവിഞ്ഞ ഒരു വിജയം, അങ്ങനെ അതൊരു അസാധാരണമായ സംഭവമാണ്. അതിന് കാരണം ഒന്ന്, പലരും പറയുന്ന ഒരു വിപരീത തരംഗം എൽ ഡി എഫിനെതിരെ ഉണ്ടായി എന്ന് പറയുന്നത്. പക്ഷേ വിപരീത തരംഗങ്ങൾ അങ്ങനെ 100-ൽ കവിയുന്ന രീതിയിലേക്ക് പോയ ചരിത്രം നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഒന്ന് വളരെ ക്ലിയറാണ്, കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ ചേണിങ് നടക്കുന്നു. അത് എൻ്റെ നോട്ടത്തിൽ അതൊരു ലിബറൽ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ. സതീശൻ അതിനെ നെഹ്റുവിൻ ലെഫ്റ്റ് എന്ന് പറയും, ഞങ്ങളാണ് യഥാർത്ഥ ലെഫ്റ്റ് എന്ന് പറയുന്നു. ബി ജെ പി പറയുന്നത് ഞങ്ങൾക്ക് കൺസോളിഡേഷൻ ഉണ്ട്, ഇടതുപക്ഷം പറയുന്നത് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ അവിടെ തന്നെ ഉണ്ട്, കുറേ പേര് തിരിച്ച് വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ലിബറൽ കൺസോളിഡേഷൻ, അതായത് കേരളത്തിൻ്റെ സാമൂഹ്യ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സന്തുലിത അവസ്ഥയെ തകർക്കുന്ന ഒന്നും വേണ്ട എന്ന വോട്ടേഴ്സ് ഒരു മെസ്സേജ് എല്ലാവർക്കും കൊടുത്തോ എൻ്റെ ഒരു റീഡിങ് അതാണ്. അത് ബി ജെ പിക്ക് 3 സീറ്റ് കിട്ടിയപ്പോഴും അവർക്ക് കിട്ടിയ രീതി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഇടതുപക്ഷവും യു ഡി എഫും വിചാരിച്ചാൽ അവരെ ഈസിയായിട്ട് തോൽപ്പിക്കാവുന്നേ ഉള്ളൂ. അത് അവർ ചെയ്യുന്നില്ല എന്നുള്ളത് ജനങ്ങളുടെ കുറ്റമല്ല. അപ്പോൾ ഈ ഒരു സംഗതി, അതായത് കേരളത്തിൻ്റെ ഒരു തലമുറകൾ കൈമാറി വന്ന ഒരു കമ്മ്യൂണിറ്റി, ഒരു കോഹാബിറ്റേഷൻ, അതായത് വിത്ത് ഇറസ്പെക്റ്റീവ് ഓഫ് റിലിജിയൻ ആൻഡ് കാസ്റ്റ് ആൻഡ് ഓൾ. പിന്നെ മാത്രമല്ല, കഴിഞ്ഞ നൂറ്റാണ്ടിൽ, അതായത് നാരായണ ഗുരു എന്ന കേരളത്തിൻ്റെ ഗുരു കേരളത്തിൻ്റെ കാസ്റ്റിനെയും കമ്മ്യൂണിറ്റിയെയും റിലീജനെയും ഇക്വേറ്റ് ചെയ്ത്, അതായത് അന്നത്തെ ഹൈറാർക്കിയെ തകർത്തിട്ട് ഇക്വേറ്റ് ചെയ്ത് മാനസികമായി ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാക്കിയിട്ടാണ് പോയത്. അതിൻ്റെ ഏറ്റവും ഉദാഹരണമായിട്ട് ഞാൻ കാണുന്നത്, എന്നെ ഇങ്ങനെ ഒരു സുഹൃത്ത് ഈയിടെ ഒരു 2-3 വർഷം മുമ്പ് എന്നെ ഒരു സ്വാമി ധർമ്മതീർത്ഥർ എന്ന നാരായണഗുരുവിൻ്റെ ശിഷ്യനുമായി അദ്ദേഹത്തെ പരിചയപ്പെടുത്തി. അദ്ദേഹം തൃശ്ശൂർക്കാരൻ, ഒരു നായർ സമുദായത്തിൽ ജനിച്ച വക്കീലായിരുന്നു. നാരായണഗുരുവിൻ്റെ മരണശേഷം നടന്ന് ലാഹോറിൽ പോയി ദാദാഭായ് നവറോജിയെ കണ്ട് ഹിന്ദു ഇമ്പീരിയലിസം എന്ന ബുക്ക് എഴുതിയ മനുഷ്യനാണ്. അദ്ദേഹം അവസാന കാലത്ത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയിൽ ചേർന്ന് ജോൺ ധർമ്മതീർത്ഥരായി. അദ്ദേഹം പറഞ്ഞ വളരെ നോട്ടബിൾ ആയിട്ടുള്ളൊരു ഒബ്സർവേഷൻ, ഞാൻ ഗുരുവിൻ്റെ ഫോളോവറാണ്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള ഒരു ഉപദേശമാണ്, അല്ലെങ്കിൽ ഒരു ഗുരു സംഹിതയാണ് ഞാൻ പാലിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനിയാകുന്നതും ഹിന്ദു ആകുന്നതും എനിക്ക് വലിയ കാര്യമല്ല എന്ന് പറയുന്ന ഒരു മനസ്സ് കേരളത്തിൽ അവിടെ ഒരു മൂലയിലുണ്ട്. അതിനെ മറികടന്ന് നമുക്ക് രാഷ്ട്രീയവും സാമൂഹികവും എന്ത് ചെയ്താലും അതിങ്ങനെ നമ്മളെ വീണ്ടും പിടിച്ച് ഇതിലൂടെ കാണൂ എന്നുള്ള ഒരു ചോദ്യം. ഞാൻ കാണുന്നത് ആ മനസ്സിനെ ഉണർത്താൻ ഇന്നത്തെ രാഷ്ട്രീയവും കമ്മ്യൂണിറ്റി സിറ്റുവേഷൻ, ഈ ഇലക്ഷനിലൂടെ ഇങ്ങനെയുള്ള രാഷ്ട്രീയം മതി നമ്മൾക്ക് എന്ന് പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? സാർ, ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, കേരളത്തിൻ്റെ ഒരു ജനകീയ സംസ്കാരത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ വിക്ടറിയുടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. 3 ഉദാഹരണങ്ങൾ സാറിന് ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരും. ഒന്ന്, കേരള സ്റ്റോറിയും കാശ്മീർ ഫയൽസും എന്ന
വളരെ വിഭജനം, സാമൂഹികമായ വിഭജനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നിർമ്മിച്ച സിനിമ. അതിൽ കേരള സ്റ്റോറിയാണ്, കേരള സ്റ്റോറി 1 and 2. കേരളത്തെക്കുറിച്ച് സ്റ്റോറിയാണ്. അത് ലവ് ജിഹാദ് പോലെ സംഘ് പരിവാറിന്റെ കേരളത്തെക്കുറിച്ചുള്ള അജണ്ട കൃത്യമായി കുത്തിനിറ സ്റ്റോറി. ഈ 2 സിനിമകളും കേരളത്തിൽ പരാജയപ്പെട്ടു. മലയാളികളെ കുറിച്ച സ്റ്റോറിയാണ് ആ സ്റ്റോറി. ആ കേരള സ്റ്റോറി, ആ സിനിമ നല്ല സിനിമയായിരുന്നു. അത് കേരളത്തിന്റെ പ്രതിധ്വനിച്ചിരുന്നെങ്കിൽ ആ സിനിമ വിജയിക്കേണ്ടതല്ലേ. പക്ഷെ കേരളത്തിൽ ഒരു മനുഷ്യർ കാണാണ്ടായിരുന്നില്ല. ഈ ബി ജെ പിക്കാർ തന്നെ പോയി അത് കണ്ടിട്ടില്ല എന്നാണ്. ബി ജെ പിക്കാർ തന്നെ പോയി കാണാണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ അപ്പോൾ അത് പോപ്പുലർ സിനിമയാണ്. ആ പോപ്പുലർ സിനിമ പരാജയത്തിൽ കാര്യം സിനിമ കേരളത്തിന്റെ ഒരു ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. സാറ് വളരെ നന്നായിട്ട് അറിയുന്ന കാര്യം. സിനിമ കേരളത്തിന്റെ നമ്മുടെ ജനപ്രിയ സംസ്കാരത്തൊക്കെ വലിയ സ്വാധീനങ്ങളാണ് സിനിമയ്ക്ക്. അതിൽ തന്നെ ഇൻഡിക്കേഷൻ ഉണ്ട് ഇത്തരം വർഗീയ വിഭജന തന്ത്രങ്ങൾ ഒരു കാലത്തും കേരളത്തിലെ സമൂഹം, അതായത് സാധാരണ സമൂഹം സ്വീകരിക്കില്ല. അതായത് സംഘ് പരിവാറിന്റെ ഈ അജണ്ട കുത്തിനിറയ്ക്കാൻ ഒരു തരത്തിലും അവർക്ക് കേരളത്തിലെ വ്യത്യസ്ത ജാതി ജനവിഭാഗങ്ങൾ പെടുന്ന സമൂഹം, അതായത് അതിൽ എന്താ പറയുക, ഹിന്ദുക്കളുടെ ജാതി വിഭാഗമുണ്ട്, ക്രൈസ്തവരുണ്ട്, മുസ്ലിമുണ്ട്, എല്ലാവരും ഉണ്ട്. അവരെല്ലാം തന്നെ ആലോചിച്ചൊരു തീരുമാനമില്ല. പക്ഷെ അവരുടെ മനസ്സിലൊക്കെ ഉള്ള കേരളത്തെ കുറിച്ച് സങ്കല്പമുണ്ട്. കേരളത്തിലെ ഒരു ജീവിത വ്യവസ്ഥ, പരസ്പരം ബന്ധപ്പെട്ട ജീവിത വ്യവസ്ഥ. ഒരിക്കൽ നമ്മുടെ ബഹുമാനോട് എഴുത്തുകാരൻ സക്കറിയ സൂചിപ്പിച്ച പോലെ കേരളത്തിൽ വർഗീയത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സാമ്പത്തിക ജീവിതത്തിൽ ആദ്യം മതി. കാരണം കേരളത്തിൽ ഒരു കച്ചവട സ്ഥാപനം പോലും ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രമായിട്ടില്ല. കാര്യം ഒരു കച്ചവട സ്ഥാപനം തുടങ്ങിയാൽ അതിൽ ജീവനക്കാർ വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും, അതിന് ഉപഭോക്താക്കൾ വ്യത്യസ്ത മതത്തിൽപ്പെട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ മറ്റ് ചില സ്ഥലങ്ങളിൽ പോലെ കേരളത്തിൽ ഒറ്റപ്പെട്ട് ജീവിതം നയിക്കുമ്പോൾ ആർക്ക് കാര്യം സമ്മിശ്രമായ ജീവിതമാണ്. അതുകൊണ്ട് അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. ആ കേരളത്തിൻ്റെ പ്രത്യേകതയിൽ കത്തിവെക്കുകയും അതിൻ്റെ കേരളത്തിനെ ബാധിക്കാൻ തുടങ്ങിയാൽ അത് കേരളത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥ തന്നെ അടിമുടി ബാധിക്കുമെന്നുള്ളൊരു ഭയം മലയാളികൾക്ക് മനസ്സിലുണ്ടായിരുന്നു. അത് അവർ ഇലക്ഷനിൽ പ്രതിഫലിപ്പിച്ചു. അത് ശരിക്കും CPM അനുകൂലമായി കിട്ടേണ്ട വോട്ടായിരുന്നു. കാര്യം CPM പലപ്പോഴും ഉണ്ട്. കാര്യം CPM സെക്യുലർ രാഷ്ട്രീയ സംഘടനയാണ്. അത് ഒരു കാരണവശാലും ഒരു മതവിരുദ്ധ സംഘടനയോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മതേതര വിരുദ്ധ സംഘടനയല്ല. പക്ഷെ എന്തുകൊണ്ട് ഈ പ്രാവശ്യം അത് പോയി എന്നുള്ള CPM ആലോചിക്കേണ്ട കാര്യം CPM തെറ്റായ പ്രവണതകൾ, അതായത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ തോറ്റതിന് ശേഷം, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സാർ അറിയാവുന്ന നോക്കിയാൽ കാണാൻ സാധിക്കുന്ന 2 ക്യാമ്പയിൻ അവർ കൊണ്ട്. അതിൻ്റെ അകത്ത് തന്നെ നോക്കുമ്പോൾ സത്യസന്ധമല്ലാത്തൊരു ക്യാമ്പയിനായിരുന്നു അത്. ഒരു ഭാഗത്ത് തെക്ക് ഭാഗത്ത് ക്രൈസ്തവർ കൂടുതലുണ്ട് എന്നുള്ളതുകൊണ്ട് അവിടെ മണിപ്പൂരിനെ കുറിച്ച് പറയുകയും, വടക്ക് ഭാഗത്ത് മുസ്ലിം സമൂഹം കൂടുതലുണ്ട്, പാലസ്തീനെ കുറിച്ച് പറയുകയും ചെയ്യുന്നതിന് അതായിരുന്നു ചെയ്ത്. മറിച്ച് പാലസ്തീനും മണിപ്പൂരും ഒരു വംശഹത്യാപരമായ പ്രശ്നമാണ്, അതൊരു പൊതുവിഷയമായിട്ട് കണ്ടുകൊണ്ട് അതിന് രാഷ്ട്രീയ ക്യാമ്പയിൻ നടത്താനും അതിനെ തന്നെ വേറെ സ്ഥലപരമായി ധ്രുവീകരിച്ചാണ് CPM ക്യാമ്പയിൻ നടത്തിയത്. അത് കേരളത്തിലെ ഒരു ആൾക്കാർക്ക് അത് സ്വീകാര്യമായില്ല. മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട കാര്യം ദേശീയമായ ഒരു പാർട്ടി തെരഞ്ഞെടുപ്പ് ജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു. കോൺഗ്രസ് സംബന്ധിച്ചോളം അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളൊരു അങ്ങനെ അതിൽ CPM ദയനീയമായി തോറ്റു. അതിൽ നിന്ന് CPM കണ്ടെത്തിയ പാടച്ചുണ്ടെങ്കിൽ ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗങ്ങൾ ഞങ്ങൾക്ക് വോട്ടില്ല, എന്നാൽ ഹിന്ദു കൺസോൾട്ടേഷനിലേക്ക് റിവേഴ്സ് കൺസോൾട്ടേഷനിൽ പോകാം. പിന്നീട് അതിന് വേണ്ടിയിട്ട് പണി മുഴുവൻ നിർവഹിച്ചു കൊടുത്ത് വെള്ളാപ്പള്ളി നടേശനാണ്. ആ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു രാഷ്ട്രീയ പ്രതിഫലനം ഈ BJPക്ക് കിട്ടിയ 2 സീറ്റുകളെ നമ്മൾ ശ്രദ്ധിക്കണം. കഴക്കൂട്ടത്തും ഇതുപോലെ ചാത്തന്നൂരും BJP കിട്ടിയ സീറ്റിൽ വലിയ തോതിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ സ്വാധീനം നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അതിനകത്ത് കമ്മ്യൂണിറ്റി ഇക്വേഷനകത്ത് വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു സ്വാധീനം അതിൻ്റെ അകത്ത് വളരെ രീതിയിൽ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ തൃശ്ശൂർ 3-ാം സ്ഥാനത്തേക്ക് പോയി, പാലക്കാട് തോറ്റു, കാസർഗോഡ് തോറ്റു, മഞ്ചേശ്വരം തോറ്റു. BJPക്ക് സ്വാധീനം ലഭിക്കുന്ന പല സ്ഥലങ്ങളിലും അവിടെയൊക്കെ തന്നെ BJP പിന്നോട്ട് പോയി. പക്ഷേ ചാത്തന്നൂരും കഴക്കൂട്ടത്തും കയറി. എന്ന് വെച്ചാൽ അത്തരം ഒരു ധ്രുവീകരണ രാഷ്ട്രീയം ഫലപ്രദമായ സ്ഥലമാണ് ഈ 2 സ്ഥലങ്ങളും. പക്ഷെ പൊതുസമൂഹം, കേരളത്തെ പൊതുസമൂഹം BJPയുടെ വോട്ട് ശതമാനം കഴിഞ്ഞ ലോക്സഭാ സമയത്ത് 20% ആണെങ്കിൽ 14% കുറച്ചു കൊണ്ടുവന്നു NDAയുടെ വോട്ട് ശതമാനം. അപ്പോൾ ശക്തമായ BJPക്കെതിരെയുള്ള 3 സീറ്റ് ജയിച്ചാൽ BJPക്കെതിരെ ഒരു സാമൂഹികമായ പ്രതികരണത്തിന്റെ കത്ത് കാണാം. CPM ആ രാഷ്ട്രീയം മനസ്സിലായില്ല, അവർ തെറ്റായ വഴികളിലൂടെ പോയി അതിനൊരു പ്രതികരണം. പക്ഷേ അവിടെയാണ് VD സതീശന്റെ ഒരു പ്രാധാന്യം വരുന്നത്. നമ്മൾ എത്ര തന്നെ കുറച്ച് കണ്ടാലും VD സതീശന്റെ വലിയ പ്രാധാന്യം അതിൻ്റെ അകത്തുണ്ട്. അത് VD സതീശൻ വ്യക്തിപരമായിട്ട് നമ്മളിങ്ങനെ ഗ്ലാമറൈസ് ചെയ്യുന്നു. പക്ഷേ അയാളൊരു കേരളത്തിൽ കോൺഗ്രസിന്റെ ഒരു പരമ്പരാഗത രാഷ്ട്രീയം, അത് ഉമ്മൻചാണ്ടിയുടെയൊക്കെ രാഷ്ട്രീയം തന്നെയായിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആ രാഷ്ട്രീയം ഉണ്ട്. കോൺഗ്രസിന്റെ ഒരു പൊതു സ്വഭാവ രാഷ്ട്രീയം തന്നെയാണ് ഉണ്ടായത്. അതായത് കമ്മ്യൂണിറ്റികളായിട്ട് വളരെ സൗഹൃദത്തിൽ ഏർപ്പെടുക, ക്രൈസ്തവ സമൂഹമായിട്ട് മുസ്ലിം സമൂഹമായിട്ട് നല്ല സൗഹൃദത്തിൽ ഏർപ്പെടുക എന്നുള്ളൊരു കോൺഗ്രസിന്റെ രാഷ്ട്രീയ കേരളത്തിൽ എത്രയോ കാലമായിട്ട് കോൺഗ്രസ് അത് തന്നെയാണ് VDC നടപ്പാക്കിയത്. VDC പുതിയതായിട്ട് ഇൻവെന്റ് ചെയ്യില്ല. പക്ഷേ VDC ഒരു പ്രത്യേക കാര്യം ചെയ്തു. അതായത് 2016 മുതൽ അകന്നു പോയ ഈ സാമൂഹിക ജനവിഭാഗങ്ങളായിട്ട് സംസാരത്തിൽ ഏർപ്പെടാൻ അവരായിട്ട് അതെന്ന് വെച്ചാൽ അവരുടെ നേതൃത്വമായിട്ട് മാത്രമല്ല ആ സമൂഹമായിട്ട് തന്നെ സംവാദത്തിൽ ഏർപ്പെടാൻ വേണ്ടി അദ്ദേഹം വലിയ എന്താ പറയുക ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്.
എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പല പ്രഭാഷണങ്ങളൊക്കെ തന്നെ തികച്ചും അതിൻ്റെ അകത്ത് ആത്മാർത്ഥമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ സ്വഭാവം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് അവർ ആ കമ്മ്യൂണിറ്റിയൊക്കെ ബന്ധപ്പെട്ട് വലിയ തോതിലൊക്കെ ഇൻവോൾവ് ചെയ്യാൻ സാധിച്ചു. രണ്ടാമത്തെ കാര്യം, ഈ വർഗീയതയ്ക്കെതിരെ കേരളത്തിൽ ഉറച്ചു സംസാരിച്ച ഒരാളാണ്. എന്ന് വെച്ചാൽ മറ്റ് നേതാക്കൾ പറഞ്ഞില്ല എന്നൊന്നും ഞാൻ പറയില്ല. കാര്യം രമേശ് ചെന്നിത്തലയോട് ഈ വെള്ളാപ്പള്ളി നടേശന്റെ എതിർപ്പിന് കാരണം പണ്ട് നൗഷാദിനെ കുറിച്ച് ഏറ്റവും മോശം കാര്യം സമയത്ത് അദ്ദേഹം അറസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതൊന്നും കോൺഗ്രസ് നേതാക്കൾ ചെയ്തിട്ടില്ലെന്ന് അഭിപ്രായം ഞാൻ പറഞ്ഞില്ല. കെ സി വേണുഗോപാലിനൊക്കെ രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിലുള്ള അനുഭവമുണ്ട്. അദ്ദേഹം വളരെ സെക്യുലർ രാഷ്ട്രീയ നിലപാടുള്ള ആളാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ സതീശൻ അതിനൊരു എന്താണ്, കേരളത്തിന്റെ അകത്ത് ഒരു സതീശന്റെ ശബ്ദമായി, അതായത് ഒരു സെക്യുലർ രാഷ്ട്രീയത്തിന്റെ ശബ്ദമായി. അതില് എനിക്ക് ഞാനൊന്ന് ഇടപെട്ടോട്ടെ. എനിക്ക് തോന്നുന്നു അത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാൻഡുണ്ട്. ഞാൻ ആരുടെയും തിണ്ണ നിരങ്ങാൻ പോകുന്നില്ല, പക്ഷെ ഞാൻ ആർക്കും എതിരെയല്ല എന്നുള്ള ഒരു 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 മെസ്സേജിങ് വളരെ വളരെ വ്യക്തമായി ആർട്ടിക്കുലേറ്റ് ചെയ്ത ഒരു മെസ്സേജിങ് അദ്ദേഹത്തിന്റെ കൊടുത്തിരുന്നു. അത് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തന്നെ അങ്ങനെ തുറന്നു പറയുന്ന ആൾക്കാർ വളരെ കുറവാണ്. ആന്റണി ഒരിക്കൽ പറയാൻ ശ്രമിച്ചു, അപ്പോഴത്തേക്ക് അത് മുസ്ലിങ്ങൾക്കെതിരെയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവിടുന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. അപ്പോൾ അത് ഈ ഒരു സ്ട്രോങ് സ്റ്റാൻഡിനെ ഏറ്റവും കൂടുതൽ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ സപ്പോർട്ട് ചെയ്തത് ഇപ്പം നമ്മൾ കണ്ടു ടെലിവിഷനിൽ മുസ്ലിം ലീഗാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മുസ്ലിം ലീഗാണ്. ക്രിസ്ത്യൻ സമൂഹം മടിച്ചു നിന്നപ്പോൾ അവർക്ക് FCRI എന്നുള്ള ഒരു സെൻട്രൽ നിയമത്തിൻ്റെ അമെൻമെൻറ്റ് അത് വേണ്ടി വന്നു അവർക്ക് ഈ മുസ്ലിം ലീഗ് പ്രതികരിച്ച പോലെ പ്രതികരിക്കാൻ. ആ ഒരു സംഗതി അത് എനിക്ക് തോന്നുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ ഉള്ള അന്നത്തെ സമൂഹത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹികപരമായ ചിന്തകളെ ശരിക്കും സതീശൻ ആർട്ടിക്കുലേറ്റ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിനെ സ്തുതി പാടാൻ വേണ്ടിയല്ല പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിനെ പ്രതിനിധീകരിക്കാൻ അദ്ദേഹത്തിന് ഒരു നിയോഗമുണ്ടായി. അത് അദ്ദേഹം സുദീർഘമായി ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഇടതുപക്ഷവും പിണറായി വിജയനും എന്തൊക്കെ പറഞ്ഞിട്ടും ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ടുവന്നിട്ടും പല വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടും ജനം കാണാതെ പോലെ നിങ്ങളല്ല കാലഘട്ടത്തിൽ പ്രതിഫലിക്കുന്നത്. ഇവിടെ ഒരാളുണ്ട്, അദ്ദേഹം വളരെ വളരെ ഡയറക്റ്റായിട്ട് ഞങ്ങളോട്, താങ്കൾ പറഞ്ഞ പോലെ ഡയറക്റ്റായിട്ട് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആ ഒരു സംഗതി ഐ തിങ്ക് എനിക്ക് തോന്നുന്നു അതാണ് ഈ ഇലക്ഷൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ പിണറായി വിജയന്റെ ഈ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയെ കേരളത്തിൽ ആകർഷിക്കുക. കാര്യം ശബരിമലയിൽ നിന്ന് അകന്നു പോയി എന്ന് വിചാരിക്കും ഹിന്ദു കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് ഇവിടുത്തെ നായർ കമ്മ്യൂണിറ്റി ആകർഷിക്കാൻ ഉദ്ദേശിച്ച് ഒരു ആവശ്യമില്ലാതെ ഈ ഗ്ലോബൽ അയ്യപ്പ സംഘം നടത്തിയത്. പ്രത്യേകിച്ച് അതിന്റെ രാഷ്ട്രീയ വികസനം എന്നൊക്കെ പേര് ഉദ്ദേശിച്ചത് പറ്റില്ല. ആര് യോഗ്യമായിട്ട് നമ്മൾ വിളിച്ച് സംസാരിപ്പിക്കുക, അതൊക്കെ ബാക്ക്ഫയർ ചെയ്തു. ആരും സ്വീകരിക്കും. ഇപ്പോൾ കേരളത്തിലെ സാമുദായിക നേതാക്കൾ പറഞ്ഞാൽ ഈ സമുദായ അംഗങ്ങളൊക്കെ സ്വീകരിക്കുന്ന കാലഘട്ടം അതൊക്കെ ഏതൊരു പഴയ കാലൊക്കെ പോയി. അതൊക്കെ 90കളിൽ തീർന്നു. പുതിയ ചെറുപ്പക്കാരും പുതിയ തലമുറയൊന്നും ഒന്നാമതായിട്ട് കേരളത്തിലെ ഈ പിന്നീട് വന്ന ഇപ്പോൾ 90കൾക്ക് ശേഷമൊന്നും വലിയ തലമുറയൊന്നും അങ്ങനെ ഈ സാമുദായിക നേതൃത്വത്തായിട്ടൊന്നും വലിയ ആഭിമുഖ്യം പുലർത്തുന്നവരോ അങ്ങനെയൊന്നും ഉള്ള ആൾക്കാരല്ല. അവരൊക്കെ തന്നെ സതീശനിൽ ഒരു പ്രതീക്ഷ അർപ്പിച്ചു. അത് വലിയ തോലുണ്ട്. ഞാൻ ഇത് പറയുന്നത് യുവതലമുറ മാത്രമല്ല, കേരളത്തിലൊരു എൻ്റെ അഭിപ്രായത്തിൽ തോന്നുകയാണെങ്കിൽ യുവതലമുറ മാത്രമല്ല, ഒരു ഏതാണ്ട് ഒരു 60-70 വയസ്സിന് താഴെയുള്ള ഒരു തലമുറ വരെ എടുക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ പുതിയ തലമുറ ഒരു എല്ലാ അക്രോസ് ആ തലമുറകളെല്ലാം സതീശന് വലിയ വിശ്വാസം അർപ്പിച്ചു. കാര്യം അതിൻ്റെ ഒരു ഫ്രഷ്നെസ് അവർ ഫീൽ ചെയ്തു. പുതിയ മറ്റൊരു തരത്തിലുള്ള സതീശന് വലിയ ഗുണമുണ്ടായി. സതീശന് വലിയ ലൈബിലിറ്റി, കാര്യം ഭരിക്കാത്തതുകൊണ്ട് ഇതുവരെ ഭരണത്തില്ലാത്തതുകൊണ്ട് വലിയ ലൈബിലിറ്റി ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. മറുഭാഗത്ത് പിണറായി വിജയന്റെ രാഷ്ട്രീയം എങ്ങനെയായിരുന്നില്ല. ഒരു കാര്യം ശ്രദ്ധിക്കണം, പിണറായി വിജയനെ ബന്ധപ്പെട്ടൊരു കാര്യം, കേരളത്തിലെ ഇന്നിപ്പോ നമ്മൾ എന്താ പറയുക, സെബാസ്റ്റ്യൻ പോൾ പറയുന്നൊരു കാര്യമുണ്ട്. അത് നമ്മൾ എത്രമാത്രം സ്വീകരിക്കണം എന്ന് ആലോചിക്കുക. കേരളത്തിലെ ഭരണനിർവഹണം, കേരളത്തിലെ CPMന്റെ ഇടതുപക്ഷ ഭരണനിർവഹണം എബോവ് ആവറേജ് ആയിരുന്നു. അത് ശരിയാണ്, എബോവ് ആവറേജ് ആയിരുന്നു. അതേസമയം തന്നെ അതുകൊണ്ട് തന്നെ ഭരണത്തിനെതിരെയുള്ള വികാരമല്ല, സെബാസ്റ്റ്യൻ പോൾ പറയുന്ന പിണറായിക്കെതിരെ വികാരമായിരുന്നുള്ളത്. എനിക്ക് നമ്മൾ അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പറയാൻ പറ്റുമെന്ന് അറിയില്ല. കൂടി ഒരു കാര്യമുണ്ട്, ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രോജക്റ്റ് പിണറായി LDF സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു. അതിനെതിരെ മനുഷ്യർ വോട്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു കേരളത്തിലെ മനുഷ്യർ അതിനെതിരെ വോട്ട് ചെയ്യില്ല. 2, കേരളത്തിൽ തുരങ്കപാത വയനാട്, ആ വയനാട് തുരങ്കപാതയ്ക്കെതിരെ കേരളത്തിലെ മനുഷ്യർ വോട്ട് ചെയ്യും, അവർ വോട്ട് ചെയ്യില്ല. വിഴിഞ്ഞം പ്രോജക്റ്റ്, ഇതിനെതിരെ കേരളത്തിലെ മനുഷ്യർ വോട്ട് ചെയ്യില്ല. ലൈഫ് മിഷൻ പ്രോജക്റ്റ്, ഇതിനെതിരെ കേരളത്തിലെ മനുഷ്യർ വോട്ട് ചെയ്യില്ല. അപ്പോൾ പിണറായി വിജയൻ മുന്നോട്ട് വികസന പദ്ധതിക്ക് എതിരായിരുന്നില്ല വോട്ട്.
അതിനായി പക്ഷേ അത് പാക്കേജ് ചെയ്ത് അത് തൻ്റെ ഇച്ഛാശക്തി, പിണറായി എന്ന വ്യക്തിയുടെ ഇച്ഛാശക്തി, അതായത് ഒരു ജനകീയ നേട്ടം നിലയ്ക്ക് അവതരിപ്പിച്ചത്, ഒരു നേതാവിൻ്റെ ഇച്ഛാശക്തി. പിണറായി ഇല്ലായിരുന്നെങ്കിൽ കേരളം ഡൂംഡാവുന്ന തരത്തിലുള്ള ഒരു പ്രചരണം, അങ്ങനെ ആ നിലയ്ക്ക് എല്ലാം പിണറായിലേക്ക് എല്ലാം മാനിഫെസ്റ്റ് ചെയ്തിട്ട് ക്യാമ്പയിൻ നടത്തി. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. മലയാളിയുടെ പൊതു സ്വഭാവം അനുസരിച്ച് അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ മലയാളികൾക്ക് ഇങ്ങനെ വ്യക്തിവാദം അതുമായി കരുണാകരന്റെ കാലം മുതൽ കാണുന്ന അങ്ങനെ വ്യക്തി കേന്ദ്രീകൃത രാഷ്ട്രീയത്തിൽ മലയാളികൾ പൊതുവെ ഒരു അമർഷം പുലർത്താറുണ്ട്. കേരളത്തിൽ ഒരു കേരള എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ് സൊസൈറ്റിക്ക് വലിയ ഡോമിനേഷനുള്ള സമൂഹമാണ്. അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അവർ വികസനത്തിനൊന്നും ആയിരുന്നില്ലെതിരെ. അവർ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്ന കാര്യത്തൊക്കെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. പക്ഷേ അതിനെ പാക്കേജ് ചെയ്ത രീതിയിൽ, അതിനെ മെസ്സേജിങ് ചെയ്ത രീതിയിൽ അവർക്ക് അതിനോട് വലിയ എതിരഭിപ്രായം. ആ പ്രൊപ്പഗാൻഡ കൊലാപ്സ് ചെയ്തു. തിരിച്ചടിയോട് തിരിച്ചടി കിട്ടി. അതാണ് ദയനീയമായി അവരുടെ കോട്ടയിൽ തന്നെ അത് തകരാൻ കാരണം.